മെയിൽ ബോക്സിന്റെ വിജാഗിരികൾ കരയുന്ന ശബ്ദം എന്റെ ഭ്രാന്തിലേക്കുള്ള യാത്രയുടെ പശ്ചാത്തല സംഗീതമായി അത് മാറിയിരുന്നു. ലിയോയെ കാണാതായിട്ട് 14 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മൽപിടുത്തത്തിന്റെ അടയാളങ്ങളോ ആത്മഹത്യാക്കുറിപ്പോ ഒന്നുമില്ല. അവന്റെ കാറിന്റെ ഡാഷ്ബോർഡിൽ പാതി കുടിച്ചു തീർത്ത ഒരു കപ്പ് കാപ്പി മാത്രം ബാക്കിയായി. എന്റെ ആത്മസുഹൃത്ത് ഇല്ലാതായ ആ ശൂന്യതയിലേക്ക് ഒരു കടന്നുകയറ്റമുണ്ടായി. അവൻ സ്വയം പോയതാണെന്ന് പോലീസ് വിധിയെഴുതി. പക്ഷേ എന്റെ മെയിൽ ബോക്സ് മറ്റൊരു കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യത്തെ ദിവസം നീല പെയിന്റ് ഇളകിയ അവന്റെ ആ സിൽവർ കാരവേന് താമധാവകം ആയിരുന്നു അതിൽ. രണ്ടാം ദിവസം ഞങ്ങൾ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എടുത്ത ഒരു പോളറോയിഡ് ചിത്രം. അതിൽ എന്റെ മുഖം മാത്രം വളരെ കൃത്യമായി മാന്തിക്കീറിയിരുന്നു. 10ാം ദിവസം ആയപ്പോഴേക്കും ഓർമ്മപ്പെടുത്തലുകൾ കൂടുതൽ ഭയാനകമായി മാറി. കെട്ടിക്കിടക്കുന്ന കുളത്തിലെ വെള്ളത്തിന്റെ ഗന്ധമുള്ള അവന്റെ പ്രിയപ്പെട്ട ഫ്ലാനൽ ഷർട്ടിന്റെ ഒരു കഷ്ണം, മെഴുകിനുള്ളിൽ ഉറപ്പിച്ച നിലയിൽ അവന്റെ ഒരു അണപ്പൽ. ഞാൻ ഉറക്കം ഉപേക്ഷിച്ചു. ലിവിംഗ് റൂമിലെ കട്ടിയുള്ള വെൽവെറ്റ് തിരശ്ശീലകൾക്ക് പിന്നിൽ ഒളിച്ചിരുന്ന് ഞാൻ പുറത്തെ റോഡിലേക്ക് നോക്കി രാത്രികൾ തള്ളുന്നു. എന്റെ വീട് ഒരു വാരിയെല്ലു കൂട്ടം പോലെ എനിക്ക് തോന്നി. അതിനുള്ളിൽ ഭയം കൊണ്ട് പിടയുന്ന ഹൃദയമായിരുന്നു ഞാൻ. പുലർച്ചെ 3:14 ഇരുമ്പിന്റെ രുചിയുള്ള കനത്ത മഞ്ഞ് പടർന്നു പിടിച്ചു. ആ ചാരനിറത്തിലുള്ള മറയ്ക്കുള്ളിൽ നിന്ന് ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അയാൾ നടക്കുകയല്ല, മറിച്ച് ഒഴുകി നീങ്ങുകയായിരുന്നു. ഒരു സിനിമയിലെ മിസ്സായി പോയ ഫ്രെയിമുകൾ പോലെ ഇടർന്നതായിരുന്നു അയാളുടെ ചലനങ്ങൾ. തെരുവുവിളക്കിന്റെ മഞ്ഞ വെളിച്ചത്തിൽ തിളങ്ങുന്ന തറയറ്റം നീളമുള്ള ഒരു കനത്ത റെയിൻകോട്ട് അയാൾ ധരിച്ചിരുന്നു. പേടികൊണ്ട് എന്റെ ശ്വാസം നിലച്ചു. ജനൽ ചില്ലിൽ എന്റെ ശ്വാസം മഞ്ഞുപോലെ പടർന്നു. ഫോൺ എടുക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. എന്റെ വിരലുകൾ മരവിച്ചു പോയിരുന്നു. ആ രൂപം മെയിൽ ബോക്സിനടുത്തെത്തി. സാവധാനം അയാൾ തന്റെ വലിയ പോക്കറ്റിൽ നിന്ന് ചരടുകൊണ്ട് കെട്ടിയ നനഞ്ഞ ഒരു ചെറിയ പൊതി പുറത്തെടുത്തു. പെട്ടെന്ന് അയാൾ തിരിഞ്ഞു. തെരുവുവിളക്ക് ഒരു നിമിഷം അണഞ്ഞു. പിന്നെ ഒരു വയലറ്റ് നിറത്തിലുള്ള വെളിച്ചത്തോടെ അത് വീണ്ടും തെളിഞ്ഞു. ആ പ്രകാശത്തിൽ അയാൾ. വാതിലിന്റെ പിടി തിരിയുന്ന ആ ശബ്ദം എന്റെ നട്ടെല്ലിലൂടെ ഒരു മിന്നൽ പിണറായി കടന്നുപോയി. പുറത്ത് മഞ്ഞും ഇരുട്ടും മാത്രം. എന്റെ ഉമിനീർ വറ്റുപോയിരുന്നു. ആ മോതിരം ജനാലയിൽ തട്ടിയ ശബ്ദം ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. വാതിൽ തുറക്കപ്പെട്ടില്ല. ഞാൻ അത് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിരുന്നു. പക്ഷേ പുറത്തുള്ളത് ലിയോ ആണെങ്കിൽ അവന് ഈ വീടിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാം. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഒളിച്ചു കളിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന അടുക്കളയിലെ ആ ചെറിയ ജനാല, അത് ലോക്ക് ചെയ്യാൻ ഞാൻ മറന്നുപോയിരുന്നു. ഞാൻ അടുക്കളയിലേക്ക് ഓടി. അവിടെ എത്തിയപ്പോഴേക്കും തണുത്ത കാറ്റ് ഉള്ളിലേക്ക് വീശുന്നുണ്ടായിരുന്നു. ജനാല മലർക്കെ തുറന്നു കിടക്കുന്നു. തറയിൽ നനഞ്ഞ ചളിപുരണ്ട കാൽപ്പാടുകൾ. അവ വലിപ്പമുള്ളവയായിരുന്നു. മനുഷ്യന്റേതിനേക്കാൾ നീളമുള്ള വിരലുകളുടെ അടയാളം. ലിയോ, ഞാൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു. മറുപടിയുണ്ടായില്ല. പകരം വീടിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. എന്റെ മുറിയിൽ നിന്ന്. ഞാൻ ഗോവണിപ്പടികൾ സാവധാനം കയറി. ഓരോ പടി കയറുമ്പോഴും മുകളിൽ നിന്ന് ആ വികൃതമായ മൂളൽ കേൾക്കാമായിരുന്നു. എന്റെ മുറിയുടെ വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. ഉള്ളിൽ ലിയോ ഇരിക്കുന്നു. അവൻ എന്റെ കട്ടിലിൽ ഇരുന്നുകൊണ്ട് മടിയിൽ എന്തോ വെച്ച് തലോടുകയാണ്. ഞാൻ ലൈറ്റ് ഇട്ടു. ഭയം കൊണ്ട് എന്റെ കണ്ണുകൾ തള്ളിപ്പോയി. അവൻ തലോടുന്നത് ഒരു പഴയ ഫോട്ടോ ആൽബമായിരുന്നു. അവൻ സാവധാനം തല ഉയർത്തി. ആ വെളുത്ത ഗോളങ്ങൾ പോലുള്ള കണ്ണുകൾ എന്നെ നോക്കി തിളങ്ങി. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഞാൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അവൻ തന്റെ വിരൽ ചുണ്ടിനോട് ചേർത്ത് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു. എന്നിട്ട് അവൻ ആൽബത്തിലെ ഒരു പേജ് എനിക്ക് നേരെ തിരിച്ചു. അത് ഞങ്ങളുടെ ഒരു പഴയ ഫോട്ടോ ആയിരുന്നു. അതിന് പിന്നിൽ അവൻ ചോര കൊണ്ട് എന്ന് തോന്നിക്കുന്ന മഷിയാൽ എഴുതിയിരുന്നു, അവർ എന്നെ മാറ്റിമറിച്ചു. ഇനി നിന്റെ ഊഴമാണ്. പെട്ടെന്ന് അവന്റെ ചർമ്മം വിള്ളാൻ തുടങ്ങി. ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നത് പോലെ. ലിയോയുടെ ആ പഴയ ചിരിയുടെ ഒരു നിഴൽ മാത്രം ആ മുഖത്ത് അവശേഷിച്ചു. അവൻ എന്റെ നേരെ കൈനീട്ടി. അവന്റെ കയ്യിൽ ആ വിവാഹമോതിരം ഉണ്ടായിരുന്നു. നമുക്ക് പോകാം, അവൻ ഗർജിക്കുന്നത് പോലെ പറഞ്ഞു. അപ്പോഴാണ് താഴെ നിന്ന് പോലീസിന്റെ സൈറൻ മുഴങ്ങിയത്. അയൽക്കാർ ആരോ വിളിച്ചതാകണം. പോലീസ് വാതിൽ തകർത്ത് ഉള്ളിൽ കയറുന്ന ശബ്ദം കേട്ടു. ഞാൻ താഴേക്ക് നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ലിയോ അവിടെ ഇല്ലായിരുന്നു.
പകരം ജനാലയിലൂടെ അവൻ പുറത്തേക്ക് ചാടുന്നത് ഞാൻ കണ്ടു. പോലീസ് എന്റെ മുറിയിലേക്ക് ഇരച്ചു കയറി. അവൻ അവിടെയുണ്ട്. ഞാൻ ജനാലയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. പോലീസുകാർ ജനാലയിലൂടെ പുറത്തേക്ക് ടോർച്ച് അടിച്ചു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മുറ്റത്ത് മഞ്ഞിൽ ലിയോയുടെ കാൽപ്പാടുകൾ പോലും ഇല്ലായിരുന്നു. മിസ്റ്റർ, ഇവിടെ ആരുമില്ല, ഒരു ഓഫീസർ പറഞ്ഞു. അപ്പോഴാണ് എന്റെ കയ്യിലിരുന്ന ആ മോതിരത്തിലേക്ക് ഞാൻ നോക്കിയത്. അത് ലിയോ തന്ന മോതിരമല്ലായിരുന്നു. അത് അവന്റെ വിരലിലെ ഒരു അസ്ഥിയായിരുന്നു. അതിൽ എന്റെ പേര് കൊത്തിവെച്ചിരുന്നു. ഭയത്തോടെ ഞാൻ അത് താഴെയിട്ടു. പിന്നീട് ഒരിക്കലും ലിയോയെ ആരും കണ്ടിട്ടില്ല. പക്ഷേ എല്ലാ മാസവും 14 തീയതി എന്റെ മെയിൽ ബോക്സിൽ ലിയോയുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ എത്താറുണ്ട്. ഓരോ തവണയും അവൻ എന്നോട് പറയുന്നത് ഒന്നേയുള്ളൂ: ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു.